കേരള പോലീസാണ്. ഞാൻ 2 പരാതി കൊടുത്തിട്ട് ആ പരാതി പല രീതിയിലുള്ള മാനസിക രോഗികളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇതുപോലെ ഒരെണ്ണത്തിനെ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത്. എത്ര നാളും കൊണ്ട് തുടങ്ങിയ അസുഖമാണെന്ന് അറിയാമോ ഇയാൾക്ക്? കുറേ വർഷം കൊണ്ട് മഞ്ജുവിന്റെ പേരും പറഞ്ഞ് ഈ മുറവിളി തുടങ്ങിയതാണ്. ഇത്ര നാളും വെളിയിലെങ്ങാണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. സഹി കെട്ടിട്ട് മഞ്ജു വാര്യർ പരാതി കൊടുത്തു. പക്ഷെ പരാതി കൊടുത്തെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു രീതിയിലുള്ള നിർവാഹവുമില്ല. എന്നാൽ ഇയാൾ മുംബൈ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞ് നമ്മുടെ പോലീസുകാർ അവിടെ വരെ പോയിട്ടാണ് ഇയാളെ പിടിച്ചുകൊണ്ട് വന്നത്. എന്ത് കാര്യത്തിന്? ജാമ്യം കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇയാൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലല്ല ഇയാളെ കൊണ്ടിടേണ്ടത്, വല്ല മാനസിക ആരോഗ്യ കേന്ദ്രത്തിലും കൊണ്ടിട്ടിട്ട് ഇയാൾക്ക് വേണ്ട ചികിത്സ കൊടുക്കണം. ഇയാൾക്ക് എന്താണ്ട് അസുഖമാണ്. മഞ്ജുവും ഞാനും തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് പ്രണയിക്കുകയാണ്, ഞങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്, വോയിസ് റെക്കോർഡ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നാളുകൊണ്ട് ഇയാൾ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുവാണ്. എന്നിട്ട് പബ്ലിക്കായിട്ട് വന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ട് മഞ്ജുവിന്റെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യുവാണ്. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ്, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു, ഇപ്പൊ മഞ്ജു എതിർക്കുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു മഞ്ജു വാര്യരുടെ ക്യാരക്ടറിനെയാണ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഇയാൾ ഇപ്പൊ പറയുന്ന വേറൊരു കാര്യം, മഞ്ജു വാര്യർ അത് സമ്മതിക്കാത്തത് മഞ്ജു വാര്യർ ആരുടെയോ തടങ്കലിലാണ്, മഞ്ജു വാര്യരുടെ മകളെ കാണാൻ പോലും സമ്മതിക്കുന്നില്ല, മഞ്ജു അല്ല പരാതി കൊടുത്തത്, വേറെ ആരാണ്ട് ഫാബ്രിക്കേറ്റ് ചെയ്ത പരാതിയാണെന്ന് വരെയാണ് ഇയാൾ ഈ പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇയാളുടെ പുറകെ നടക്കുന്ന മാധ്യമങ്ങളെ വേണം ആദ്യം പറയാൻ വേണ്ടിയിട്ട്. ഇയാൾക്ക് എന്തോ വലിയ അസുഖമാണ്. ഈ ഇമ്മിണി നല്ലൊരാൾ എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ജയസൂര്യയാണ് അതിനകത്ത് നായകൻ. അപ്പൊ ആ സിനിമയ്ക്കകത്ത് ജയസൂര്യ ഒരു സാധാരണക്കാരനാണ്. ജയസൂര്യക്ക് ഒരു സിനിമാ നടിയോട് ഭയങ്കര ആരാധനയാണ്. ആ സിനിമാ നടി നവ്യ നായരാണ്. അപ്പൊ ഈ ആരാധന അങ്ങ് മൂത്ത് അവസാനം ജയസൂര്യ ഇങ്ങനെ മനക്കോട്ട കാണുവാണ്. ഈ നവ്യ നായർ ജയസൂര്യ കല്യാണം കഴിക്കുന്നതായിട്ടും അവരൊന്നിച്ച് ജീവിക്കുന്നതായിട്ടും ഒക്കെ ഇങ്ങനെ മനക്കോട്ട കാണുകയാണ്. അങ്ങനെ അവസാനം അസുഖം മൂർച്ഛിച്ചിട്ട് ജയസൂര്യ പോയി നവ്യ നായരെ തട്ടിക്കൊണ്ടുവരും. ഒരു സിനിമാ സെറ്റിൽ നിന്ന് പോയി തട്ടിക്കൊണ്ടുവരും. അങ്ങനെ തടങ്കലിലാക്കും. അവസാനം നവ്യ നായർ ജയസൂര്യയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടും. ജയസൂര്യയെ പിടിച്ചു കൊണ്ടുപോയി ആശുപത്രിയിലാക്കും, ചികിത്സ കൊടുക്കും. അങ്ങനെയൊക്കെയാണ് ആ ഒരു സിനിമ പൊക്കോണ്ടിരിക്കുന്നത്. അതാണ് ആ സിനിമയുടെ കഥ. ആ സിനിമയിലെ ജയസൂര്യയുടെ അതേ അസുഖമായിരിക്കും ഇയാൾക്കും. അതിനാണ് സാധ്യത. അതല്ലെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് മഞ്ജു വാര്യരോട് ഇഷ്ടമുണ്ടായിരുന്നു. ഇയാളുമായിട്ട് മഞ്ജു വാര്യർക്കുള്ള ആകപ്പാടെയുള്ള ഒരേ ഒരു ബന്ധം, ഇയാളുടെ ഒരു സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇയാളുടെ സ്വഭാവം ഇതാണ് എന്ന് മനസ്സിലായതോടുകൂടി പിന്നെ ഇയാളുമായിട്ട് വേറൊരു പ്രൊജക്റ്റും മഞ്ജു വാര്യർ അഭിനയിച്ചിട്ടില്ല. അത് മാത്രമാണ് മഞ്ജു വാര്യർക്ക് ഇയാളുമായിട്ടുള്ള ഒരു ബന്ധം. അന്ന് മഞ്ജുവിനോട് ഇയാൾ പ്രണയ അഭ്യർത്ഥന നടത്തിയത്രേ. അപ്പൊ അത് കേട്ടിട്ട് ഒരുപക്ഷെ ആരെങ്കിലും ഒരാൾ ഇയാളെ പറ്റിച്ചതായിരിക്കാം. ഇയാളുമായിട്ട് ചാറ്റ് ചെയ്തതും അല്ലെങ്കിൽ ഇയാളുമായിട്ട് വിളിച്ചതും ഒക്കെ വേറെ ആരെങ്കിലും ആയിരിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇയാൾക്ക് അസുഖമാണ്. ഈ അസുഖത്തിന് ചികിത്സ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇങ്ങനെ പോലീസുകാർ ഇയാളുടെ പുറകെ നടന്നിട്ടൊന്നും കാര്യമില്ല. മാധ്യമങ്ങളുടെ അടുത്ത് വിളിച്ചു പറയുന്നത് കേട്ടില്ലേ, കേരള പോലീസാണ് മഞ്ജു ഞാനും തമ്മിലുള്ള റിലേഷനിൽ തടസ്സം നിൽക്കുന്നത്. പിന്നെ കേരള പോലീസിന് അതല്ലേ പണി? എന്ന് വെച്ചാൽ കേരള പോലീസിലുള്ളവർ മഞ്ജുവിന്റെ ആങ്ങളമാരും മഞ്ജുവിന്റെ സഹോദരങ്ങളും ഒക്കെയാണല്ലോ കേരള പോലീസിലുള്ളത്. ഇവർ തമ്മിലുള്ള പ്രണയബന്ധത്തിൽ തടസ്സം നിൽക്കാൻ വേണ്ടിയിട്ട്. ഒരിടയ്ക്ക് എനിക്ക് തോന്നുന്നു 7-8 മാസങ്ങൾക്ക് മുമ്പ് മഞ്ജു വാര്യർ ഇയാളെ വിളിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു വോയിസ് റെക്കോർഡ് ഇയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. ആ റെക്കോർഡിന്റെ ചെറിയൊരു ഭാഗം ഞാൻ കേൾപ്പിച്ചു തരാം. ഞാൻ പറയട്ടെ. ഇത്രയും നീ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇല്ല ഇത്ര ഞാൻ ഓർക്ക് ഓണസ്റ്റ് നീ പറയും പോലെ മോശത്തിൽ ഓണസ്റ്റ് ഞാൻ വീണ്ടും എന്റെ ഫോണിൽ എന്തിനാ വിളിക്കണം? when I know the possibility of ruining me is high, ഞാൻ എന്തിനാണ് ചെയ്യുന്നതാ? എന്തിനാണ് ചെയ്യണം? അത് കുറച്ച് ആലോചിച്ച് നോക്കടാ. കേട്ടല്ലോ, ഇതാണ് മഞ്ജു വാര്യരുടെ സൗണ്ട് എന്ന് പറഞ്ഞ് ഇയാള് കേൾപ്പിച്ചത്. ഫേസ്ബുക്കിൽ റെക്കോർഡ് എടുത്തിട്ടതാണ്. ഈ സൗണ്ട് മഞ്ജു വാര്യരുടേതല്ല എന്ന് സിനിമ കാണുന്ന ഏതൊരു പൊട്ടനും അറിയാം, ഏത് മലയാളിക്കും അറിയാം. കണ്ണു വഴച്ച് നമ്മൾ ഉറക്കത്തിൽ കേൾപ്പിച്ചാലും നമ്മൾ പറയും ഇത് മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ലാന്ന്. ഇതാണോ മഞ്ജു വാര്യരുടെ സൗണ്ട്? ഏതോ തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ഒരു സ്ത്രീ സംസാരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ആണോടാ ഒരുപക്ഷെ ഇയാളെ പറ്റിച്ചതായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു പ്രസ്താവന സത്യമാണെന്ന് തെളിയിക്കാൻ വേണ്ടി ഫാബ്രിക്കേറ്റ് ചെയ്തതാകാം. എന്തുവാണെന്നുണ്ടെങ്കിൽ അത് മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇയാൾ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ കള്ളത്തരമാണ്. അതുകൊണ്ടാണല്ലോ മഞ്ജു വാര്യർ ഇയാൾക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തത്. പരാതി കൊടുത്തിട്ടും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടും ഒന്നും ഇയാൾ സമ്മതിക്കുന്നില്ല. പബ്ലിക്കായിട്ട് വന്ന് നിന്ന് പൊട്ടത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്.
ഇയാള് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടിയല്ല, വേറെ കുറെ ആക്ടേഴ്സുമായിട്ട് ഇയാൾ വഴക്കുണ്ടാക്കിയിട്ടുണ്ട്. ഒരിടയ്ക്ക് ടോവിനോയുമായിട്ട് വഴക്കുണ്ടാക്കി, ജോജു ജോർജുമായിട്ട് വഴക്കുണ്ടാക്കി. ഇവരെല്ലാം പറയുന്നത് ഇയാൾ ഇങ്ങനെ ആയിരുന്നില്ല, ഇയാളുടെ ആദ്യത്തെ സ്വഭാവം ഇഷ്ടമാണ്, പക്ഷെ ഇപ്പൊ അയാൾ മാനസിക രോഗികളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. കറക്റ്റാണ്, മാനസിക രോഗികളെ പോലെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇയാളുടെ പിന്നിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും അറിയത്തില്ല. അത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇപ്പൊ സ്വസ്ഥമായിട്ട് ജീവിച്ചു പോവുകയാണ് മഞ്ജു വാര്യർ. അപ്പൊ ആ സ്വസ്ഥത ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ചെയ്തതായിരിക്കാം. ഇയാൾ ഓൾറെഡി കല്യാണം കഴിച്ചതാണ്, കല്യാണം കഴിച്ച് 2 പിള്ളേരും ഉണ്ട്. ആ വൈഫുമായിട്ട് ഇയാൾ സെപ്പറേറ്റഡ് ആയി. അവരെയും ഇയാൾ പ്രേമിച്ചിട്ടാണ് കല്യാണം കഴിച്ചത്. ഒരിടയ്ക്ക് പല ഇന്റർവ്യൂസിലും മഞ്ജു വാര്യരുടെ അടുത്ത് ഞാൻ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ട്, പക്ഷെ മഞ്ജു വാര്യർ നിരസിച്ചു എന്ന് വരെ ഇയാൾ പറഞ്ഞു. ഒരുപക്ഷെ അത് സത്യമായിരിക്കാം. മഞ്ജു വാര്യരുടെ അടുത്ത് ഇയാൾ പ്രണയാഭ്യർത്ഥന നടത്തിയിട്ടുണ്ടാകാം, മഞ്ജു വാര്യർ നിരസിച്ചിട്ടുണ്ടാകാം. എന്നിട്ട് ഇയാൾ പറയുന്നത് ആദ്യമൊക്കെ മഞ്ജു എന്നെ പറ്റിയിട്ട് നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അത് ആ സിനിമയുടെ പ്രൊമോഷൻ സമയത്ത്, സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ആയിരിക്കാം പറഞ്ഞത്. അതിനുശേഷമായിരിക്കും ഇയാളുടെ തനിനിറം കാണിച്ചത്. ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പൊ ജാമ്യം കിട്ടിയതിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പ്രതികരിക്കുന്നുണ്ട്. അയാളുടെ പ്രതികരണം കേട്ട് കഴിഞ്ഞാൽ തന്നെ അയാൾക്ക് തന്നെ അറിയത്തില്ല അയാൾ എന്താണ് പറയുന്നത് എന്ന്. വാസ്തവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മഞ്ജു വാര്യർ മകളെ കാണാൻ പോകാത്തത് പോലും ആരാണ്ടൊക്കെ സമ്മതിക്കാത്തത് കൊണ്ടാണ്. മഞ്ജു വാര്യർ ഇപ്പൊ തടങ്കലിലാണ്, അത് പോയി അന്വേഷിക്കണം എന്നൊക്കെയാണ് പോലീസുകാരോട് പറയുന്നത്. അതാണ് പറഞ്ഞ ഒരു 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 ബോധവും ഇല്ലാതെ, ബുദ്ധി ഇല്ലാതെയാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. നല്ലപോലെ ഏതാണ്ട് പ്രശ്നമുണ്ട് ഇയാൾക്ക്. എത്രയും പെട്ടെന്ന് അതിനുള്ള ചികിത്സ കൊടുത്ത് മരുന്ന് കൊടുക്കാതെ ഒരു കാര്യവുമില്ല. അപ്പൊ ഏതായാലും ഇറങ്ങിയതിന് ശേഷമുള്ള അയാളുടെ പ്രതികരണവും കൂടി നമുക്കൊന്ന് കേൾക്കാം. ഞാൻ കുറ്റം ചെയ്യുന്നില്ല, നടി പരാതി കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എൻ്റെ കണ്ടൻഷൻ എന്ന് പറയുന്നത് തുടക്കം മുതൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരൊരു ക്ലച്ചസിൻ്റെ പിടിയിലാണ്. അപ്പോൾ അവർക്ക് അവരുടെ പേര് മുന്നിൽ വെച്ചുകൊണ്ട് ഇതുപോലെ എനിക്ക് മാത്രമല്ല, എനിക്കെതിരെ മാത്രമല്ല, ആരാണോ അവരുമായിട്ട് മാനസികമായിട്ട് അടുപ്പം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് ആരാണോ അവരുമായിട്ട് അടുപ്പം ശ്രമിക്കുന്നത് അവർക്കെതിരെ എല്ലാം കേസ് കൊടുക്കുന്നുണ്ട്. ആ കേസിലൊന്നും തന്നെ വിചാരണ നടക്കുന്നില്ല, ആ കേസിലൊന്നും തന്നെ തെളിവ് കൊടുക്കപ്പെടുന്നില്ല. അപ്പോൾ അവരെയൊക്കെ ഭീഷണിപ്പെടുത്തി അകറ്റാൻ വേണ്ടി മാത്രം അത് സെയിം രീതിയിലാണ് എനിക്കും സംഭവിച്ചിട്ടുള്ളത്. അതായത് ഞാൻ എൻ്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ 2019 കയറ്റം എന്ന് പറയുന്ന സിനിമ ചെയ്തു. ഈ കയറ്റം എന്ന് പറയുന്ന സിനിമ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. എന്തുകൊണ്ടത് പുറത്തിറങ്ങിയില്ല എന്ന് ചോദിക്കാൻ വേണ്ടി ഞാൻ കാണാൻ ശ്രമിച്ചാൽ പോലും ഇത് തന്നെയാണ്, ഞാൻ മിണ്ടരുത്, സംസാരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ അതിനുശേഷമാണ് എൻ്റെ ക്രെഡിബിലിറ്റി തകർക്കാനുള്ള ശ്രമം നടക്കുന്നു. ഞാനൊരു ഹാബിച്വൽ ഒഫൻഡർ ആണെന്നും ഒരു സ്റ്റോക്കറാണെന്നും ഒക്കെ ഉള്ളൊരു ഇത് വരുന്നു. എനിക്ക് മാനസിക രോഗമാണെന്ന് ഇത് പറയുന്നു. അതായത് മാനസിക രോഗി എന്ന് തന്നെ ചിത്രീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇയാൾ ഓൾറെഡി അത് തന്നെയാണ്. ഇയാളെ എന്തിനാ ചിത്രീകരിക്കുന്നത്? ഇയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തന്നെ മനുഷ്യന് മനസ്സിലാകും. പറയുന്നതിലൊന്നും ഒരു അർത്ഥവും ഇല്ല, ഒരു തെളിവുകളും അയാളുടെ കയ്യിലില്ല. തെളിവ് എന്ന് പറഞ്ഞ് അയാൾ നിരത്തിയ കാര്യം മഞ്ജുവിൻ്റെ സൗണ്ട് അല്ലെന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും അറിയാം. മഞ്ജു വാര്യരുടെ സൗണ്ട് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. ഇന്നും ഇന്നലെ കേൾക്കാൻ തുടങ്ങിയതല്ല മഞ്ജു വാര്യരുടെ സൗണ്ട്. മലയാളികൾ മോഹൻലാലിൻ്റെയും മമ്മൂക്കയുടെയും ഒക്കെ സൗണ്ട് നമ്മൾ തിരിച്ചറിയുന്നത് പോലെ തന്നെ മഞ്ജു വാര്യരുടെ സൗണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് ഏതോ ഒരുത്തി ഇയാളെ വിളിച്ച് കൊഞ്ചുന്നതിൻ്റെ സൗണ്ട് കാണിച്ചിട്ട് മഞ്ജു വാര്യരുടെ സൗണ്ടാണെന്ന്. എന്നിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നിർത്തിക്കണം. ഒരു സ്ത്രീയെ പറ്റിയിട്ട് ആർക്കും എന്തും പറയാം എന്നുള്ളൊരു സ്വാതന്ത്ര്യം ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്, നമ്മുടെ ഇതിലുണ്ട്. ഇയാളങ്ങ് പൂർണ്ണമായിട്ടും ആ ഒരു ഫാന്റസിയിൽ ജീവിക്കുന്നത് പോലെയാണ് ഇയാൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇയാൾക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ സംഭവിച്ചു എന്ന രീതിയിലാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വെളിവ് വെള്ളിയാഴ്ചയുള്ളവരൊന്നും തന്നെ ഇങ്ങനെ പൊട്ടത്തരം വിളിച്ച് പറയത്തില്ലല്ലോ, ഫാബ്രിക്കേറ്റ് ചെയ്ത കാര്യം പറയത്തില്ലല്ലോ. നമുക്കൊരു സിനിമാ നടിയോടോ സിനിമാ നടനോടോ ആരാധന തോന്നുന്നതൊക്കെ തന്നെ നോർമലാണ്, അത് നാച്ചുറലാണ്. ചിലർ ഭയങ്കര തീവ്രമായിട്ടുള്ള ആരാധന ഉണ്ടാവും. പക്ഷേ അവരോട് പ്രണയം തോന്നിക്കുന്നു, അവരുമായിട്ട് റിലേഷൻഷിപ്പ് ആണെന്ന് സ്വയം അങ്ങ് കരുതുന്നു. അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അസുഖത്തിൻ്റെ ഭാഗമാണ്. അതിന് കൃത്യമായിട്ടുള്ള ചികിത്സ കിട്ടാതെ, കൃത്യമായിട്ടുള്ള എന്തെങ്കിലും കൗൺസിലിങ്ങോ വല്ലതും കിട്ടാതെ അത് മാറാൻ പോകുന്നില്ല. ഇയാൾ ഈ പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇയാളുടെ ഒപ്പം പോയി ഇങ്ങനെ മൈക്കിങ് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന മാധ്യമപ്രവർത്തകരാണ് വിചാരിക്കേണ്ടത് ഇതൊന്നും വാർത്തയാക്കേണ്ട വിഷയമല്ല. ഇയാളുടെ വായിലോട്ട് കൊണ്ട് മൈക്ക് കൊടുക്കുന്നത് കൊണ്ടാണല്ലോ ഇയാൾ ഈ പൊട്ടത്തരമൊക്കെ വിളിച്ച് പറയുന്നത്. ഇയാളെ അങ്ങ് ഇഗ്നോർ ചെയ്തേക്കാം. ഇപ്പൊ ആറാട്ടണ്ണനെ കണ്ടിട്ടില്ലേ? ആറാട്ടണ്ണനൊന്നും ഒന്നുമല്ല, അയാൾ പ്രണയാഭ്യർത്ഥന നടത്തുന്നതേ ഉള്ളൂ.
ഇതേപോലെയാണ് ഇയാളുടെയൊക്കെ പാത പിന്തുടർന്ന് നടക്കുന്ന കുറേ ആൾക്കാർ ഇനിയും വരും. എന്നിട്ട് അവരോട് പ്രണയമാണ്, ഇവരോട് പ്രണയമാണ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പം മഞ്ജു വാര്യർ ആയതുകൊണ്ട് നമുക്ക് അറിയാം. ഇപ്പം വേറെ ആരെങ്കിലും ആയിരിക്കും, നോർമലായിട്ടുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയെ പറ്റിയിട്ടാണ് ഒരു പുരുഷൻ പറയുന്നതെങ്കിൽ നമ്മൾ വിശ്വസിച്ചു പോകത്തില്ലേ? തെളിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചു പോകത്തില്ലേ? മഞ്ജു വാര്യരുടെ സൗണ്ട് അല്ലെന്ന് നമുക്ക് കൃത്യമായിട്ട് ബോധമുള്ളത് കൊണ്ട് അത് മഞ്ജു വാര്യർ അല്ല എന്ന് നമുക്കറിയാം, അല്ലാത്തവരെ പറ്റിയിട്ടും. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളയിലേ നുള്ളേണ്ട സംഭവമാണ്. ഇയാൾക്ക് ജാമ്യം കൊടുത്തിട്ടുണ്ട്. എന്തിനാണോ ഇയാൾക്കൊക്കെ ജാമ്യം കൊടുത്തത്? പിടിച്ച് കുറച്ച് നാൾ അകത്തിടണം, എങ്കിൽ മാത്രമേ ഇവൻ്റെയൊക്കെ അസുഖം തീരത്തുള്ളൂ.